Alhamdulillah. Alhamdulillahi Rabbil Alameen. Allahumma salli ala Muhammadin wa ala ali Muhammad. നമുക്കിനി സൂറത്തു മാഇദയിലെ 64-ാമത്തെ ആയത്തിൻ്റെ അവസാന ഭാഗമാണ്. ആദ്യം മുതലൊന്ന് ഓതിയിട്ട് അർത്ഥം പറഞ്ഞ് ബാക്കി ഭാഗം വിശദീകരിക്കണം ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقالت اليهود يد الله مغلولة غلت أيديهم ولعنوا بما قالوا بل يداه مبسوطتان ينفق كيف يشاء وَلَيَزِيدَنَّ كَثِيرًا مِّنْهُم مَّا أُنزِلَ إِلَيْكَ مِن رَّبِّكَ طُغْيَانًا وَكُفْرًا وَأَلْقَيْنَا بَيْنَهُمُ الْعَدَاوَةَ وَالْبَغْضَاءَ إِلَى يَوْمِ الْقِيَامَةِ كلما أوقدوا نارا للحرب أطفأها الله ويسعون في الأرض فسادا والله لا يحب المفسدين وقالت اليهود യഹൂദികൾ പറഞ്ഞു യദുല്ലാഹി മഗ്ലൂലത്തുൻ അള്ളാഹുവിൻ്റെ കൈ ബന്ധിക്കപ്പെട്ടതാകുന്നു എന്ന്, അഥവാ അള്ളാഹു പിശുക്കനാകുന്നു എന്ന്. ഗുല്ലത്ത് ഐദീഹിം അവരുടെ കൈകളാണ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്, അഥവാ അവരാണ് പിശുക്കർ. വലുഇനു ബിമാ ഖാലു അവർ പറഞ്ഞതിൻ്റെ പേരിൽ അവർ ശപിക്കപ്പെട്ടിരിക്കുന്നു. ബൽ എന്നാൽ യദാഹു മബ്സൂത്തത്താനി അള്ളാഹുവിൻ്റെ ഇരു കരങ്ങളും വിരുദ്ധപ്പെട്ടതാണ്, പരത്തപ്പെട്ടതാണ്, അല്ലെങ്കിൽ അവൻ അത്യുദാരനാണ്. യുംഫിഖു കൈഫ യശാ അവൻ ഉദ്ദേശിക്കുന്നത് പ്രകാരം അവൻ ചെലവഴിക്കുന്നു. അതുവരെ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് പറയും. വല യസീദന്ന സാധാരണ വർദ്ധിച്ചു എന്നാ, യസീദ് വർദ്ധിക്കുന്നു. വല യസീദന്ന കസീറ മിൻഹും അവരിലെ അധിക പേർക്കും വർദ്ധിക്കുക തന്നെ ചെയ്യും. മാ ഉൻസിലയിലേക്ക താങ്കളിലേക്ക് അവതരിപ്പിക്കപ്പെട്ടത് മിർ റബ്ബിക താങ്കളുടെ റബ്ബിങ്കൽ നിന്നും തുഗ്യാനൻ ധിക്കാരത്തെയും വ കുഫ്രൻ നിഷേധത്തെയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് അവൻ്റെ അള്ളാഹുവിൻ്റെ വേദം പാരായണം ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം വേദാധ്യാപനങ്ങൾ മനസ്സിലാക്കി യഥാർത്ഥ വിശ്വാസത്തിലേക്ക് വരിക എന്നുള്ളതല്ല സംഭവിക്കുന്നത്. അവർ വിശ്വാസത്തിൽ നിന്ന് കൂടുതൽ അകലുകയാണ്. അപ്പോൾ വേദഗ്രന്ഥം കേൾക്കുന്ന എല്ലാവരും വിശ്വസിച്ചു കൊള്ളണം എന്നില്ല. ജൂതന്മാർ വിശേഷിച്ചും അവർ വേദത്തിൽ നിന്ന്, അള്ളാഹുവിൽ നിന്ന്, പ്രവാചകനിൽ നിന്ന് പലപ്പോഴും കൂടുതൽ അകന്നു പോവുകയാണ് ചെയ്യുന്നത്. തുഗ്യാനും കുഫറും വർദ്ധിക്കുകയാണ് അവർക്ക്. അപ്പോൾ അള്ളാഹുവിൻ്റെ കിതാബ് കേട്ടാൽ യഥാർത്ഥത്തിൽ വിശ്വാസികളുടെ ലക്ഷണം എന്തായിരിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അവർക്ക് വിശ്വാസം വർദ്ധിക്കണം. സൂറത്ത് അംഫാലിലെ 2-ാമത്തെ ആയത്ത് നമ്മൾ പലവട്ടം ഉദ്ധരിച്ചതാണ്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അള്ളാഹുവിനെ സംബന്ധിച്ച് പരാമർശിക്കപ്പെട്ടാൽ അവർക്ക് രോമാഞ്ചമുണ്ടാകണം, അവർക്ക് ഭയപ്പാടുണ്ടായിരിക്കണം. ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടാൽ അവർക്ക് ഈമാൻ വർദ്ധിക്കണം. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന. ഖുർആനിൻ്റെ വചനങ്ങൾ കേൾപ്പിക്കപ്പെട്ടാൽ വിശ്വാസികളുടെ ലക്ഷണം അവർക്ക് ഈമാൻ വർദ്ധിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ ലോക ജനതയുടെ സന്മാർഗത്തിന് വേണ്ടി അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ സൂക്തങ്ങൾ കേട്ടാൽ ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തുഗ്യാനും കുഫറും, യഥാർത്ഥത്തിൽ അവർ അന്നുള്ള മുസ്ലിമീങ്ങളാണല്ലോ, വഴിപഴച്ചു പോയതാണ് അവർക്ക് വേദത്തെ സംബന്ധിച്ച് അറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അറിയാം, സത്യമാണെന്നും അറിയാം. അദ്ദേഹം ഇസ്മായിലി പരമ്പരയിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അവർ അതിനോട് വിരോധം കാണിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു ലക്ഷണം പറയുകയാണ്, വല യസീദന്ന നിശ്ചയം വർദ്ധിക്കുക തന്നെ ചെയ്യും, കസീറ മിൻഹും അവരിലെ ധാരാളം ആളുകൾക്ക്,
മാ ഉൻസിലയിലേക്ക താങ്കൾക്ക് അവതരിപ്പിക്കപ്പെട്ടത് മിർ റബ്ബിക താങ്കളുടെ റബ്ബിൽ നിന്നും തുഗ്യാനൻ ധിക്കാരവും വ കുഫ്റൻ നിഷേധവും വർദ്ധിപ്പിക്കുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. വൽഖൈന ബൈനഹും അൽ അദാവത്ത അവർക്കിടയിൽ നാം ശത്രുതയെ ഉളവാക്കി. അൽഖന ഇട്ടുകൊടുത്തു എന്ന അൽഖൈന നാം ഇട്ടു ബൈനഹും അവർക്കിടയിൽ അൽ അദാവത്ത അദാവത്തിന് ശത്രുതയെ വൽ ബഗ്ലാ പകയെയും ഇലാ യൗമിൽ ഖിയാമ അന്ത്യനാൾ വരേക്കും. ജൂതന്മാർ വ്യക്തിപരമായി പരസ്പരം ഒരു ഇഷ്ടവും സ്നേഹവും ഇല്ലാത്തവരാണ്. അതോടൊപ്പം വേദക്കാരിൽ തന്നെ പെട്ട ജൂതന്മാരുടെ തന്നെ അനന്തര തലമുറയായ നസറാക്കൾ ജൂതന്മാരും തമ്മിൽ ഒരു തരത്തിലും സാമ്യവും ബന്ധവുമില്ല. അവർ പരസ്പരം എന്നും പകയാണ്. പക്ഷെ മുസ്ലിമീങ്ങളെ കാര്യം വരുമ്പോൾ അവരൊന്നാകും. ഏതുപോലെയാണ് മുശ്രിക്കുകളും ജൂതന്മാരും മുസ്ലിമീങ്ങൾക്കെതിരെ പലപ്പോഴും ഒന്നാകുന്നത് പോലെ അവർ തമ്മിൽ ക്രൈസ്തവർ തമ്മിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഒടുങ്ങാത്ത പകയാണ്. അതിനെന്താണ് കാരണം? ഈസാ നബി അലൈഹിസ്സലാമയെ ജൂതന്മാർ വിശ്വസിച്ചിട്ടില്ലെന്നു മാത്രമല്ല, ഈസാ നബി അലൈഹിസ്സലാമയെ വ്യഭിചാരപുത്രനായും മറിയം ബീവിയെ വ്യഭിചാരിണിയായുമാണ് ജൂതന്മാർ പരിചയപ്പെടുത്തിയത്. അങ്ങനെയാണ് പ്രചരിപ്പിച്ചത്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഫലമെന്നോണം ക്രൈസ്തവർ അതിനെ യഥാർത്ഥ വിധത്തിൽ നേരിടേണ്ടതിന് പകരം അവർ പറയും നിങ്ങൾ പറയുന്ന മാതിരിയൊന്നുമല്ല, ഈസ എന്ന് പറയുന്നത് ദൈവം തന്നെയാണ്. പ്രതിരോധിക്കാൻ വേണ്ടി അവർ സ്വീകരിച്ച തന്ത്രം തീവ്രവാദമായിരുന്നു. അഥവാ പ്രവാചകൻ എന്ന പദവിയിൽ നിന്ന് ഈസാ നബി അലൈഹിസ്സലാമയെ ദൈവപുത്രൻ എന്ന പദവിയിലേക്ക് ഉയർത്തി വെക്കുകയാണ് ക്രൈസ്തവർ ചെയ്തത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ക്രൈസ്തവരെ ജൂതന്മാർ വെറുക്കുകയും ഈസാ നബി അലൈഹിസ്സലാമയെ അപവാദം പറഞ്ഞതിൻ്റെ പേരിൽ ജൂതന്മാരെ ക്രൈസ്തവർ പരസ്പരം വെറുക്കുകയാണ് ഉണ്ടായത്. അതാണ് ഇവിടെ വൽഖൈന ബൈനഹും അദാവത്ത. ജൂതന്മാരാവട്ടെ, നമ്മൾ പറയാറില്ലേ സാധാരണ മുറിഞ്ഞെടുത്ത് ഉപ്പ് തേക്കൂലാറില്ല, ഇങ്ങനെ പരസ്പരം ഒരു സ്നേഹവും ഇല്ലാത്ത വർഗമാണ് ജൂതവിഭാഗം. വിശ്വാസികൾ അങ്ങനെയല്ല. വിശ്വാസികൾ അൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബഅ്ദുഹും ഔലിയാഉ ബഅ്ദ്, അല്ലേ? പരസ്പരം സ്നേഹിക്കേണ്ടവരാണ്. വിശ്വാസികളിലെ ഒരാൾക്ക് വേദനയുണ്ടായാൽ ചീർപ്പിൻ്റെ പല്ല് പോലെയാണ്, എല്ലാവരും വേദനിക്കും. അവയവത്തിൻ്റെ ഒരു വിരലിന് മുറിവ് പറ്റിയാൽ ശരീരം മുഴുവൻ അതിനുവേണ്ടി ഉറക്കമൊഴിക്കുകയും വേദന അനുഭവിക്കുകയും ചെയ്യുന്നത് പോലെ വിശ്വാസികളുടെ സമൂഹത്തിലെ ഒരാൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അതെല്ലാവരുടെയും പ്രയാസമായിട്ടാണ് വിശ്വാസികൾ കാണുക. പക്ഷെ ഇവരങ്ങനെയല്ല. വൽഖൈന ബൈനഹും അൽ അദാവത വൽ ബഗ്ലാ. അവർ ഓരോ സമുദായവും പരസ്പരവും ഇതര സമുദായത്തോട് പൊതുവിലും അവർ വെറുപ്പും ശത്രുതയും കാണിക്കുന്നവരാകുന്നു. അങ്ങനെ ഒരു മാനസികാവസ്ഥയാണ് അവർക്കുള്ളത് എന്നർത്ഥം. വൽഖൈന ബൈനഹും അൽ അദാവ എന്ന് പറഞ്ഞ ശത്രുത എന്നും ബഗ്ല എന്ന് പറഞ്ഞ വെറുപ്പ്, പക, വിദ്വേഷം, ബുഗ്ൽ നിന്നുണ്ടായതാണ്. ഇലാ യൗമിൽ ഖിയാമത്ത് അന്ത്യനാൾ വരെ തുടർന്നുകൊണ്ടിരിക്കും. കുല്ലമ ഉഖദു നാറലിൽ ഹർബി അവർ യുദ്ധത്തിന് കോപ്പ് കൂട്ടുമ്പോഴൊക്കെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ പല തരത്തിൽ, പല വിധത്തിൽ, പല സന്ദർഭത്തിൽ അവർ യുദ്ധത്തിന് കോപ്പ് കൂട്ടിയിട്ടുണ്ട്. ചിലതൊക്കെ വിജയിച്ചിട്ടുണ്ട്. ഉഹദ് യുദ്ധം പോലെ, ഖന്തഖ് യുദ്ധം പോലെ. ഖന്തഖ് യുദ്ധം ജൂതന്മാരുടെ ഉപജാപ ഫലമായിട്ട് സംഭവിച്ചതാണ്. ഈ ജൂതന്മാർ, മദീനയിൽ കിടക്കുന്ന ജൂതന്മാർ മക്കയിൽ പോയി അവിടെയുള്ള ഖുറൈശി പ്രമാണിമാരെ മൂച്ച് കയറ്റി യുദ്ധത്തിന് പ്രേരിപ്പിച്ചു കൊണ്ടുവന്നതാണ്. ഖന്തഖ് യുദ്ധം അങ്ങനെയാണ് സംഭവിച്ചത്. അപ്പം ഇങ്ങനെ നിരന്തരമായി യുദ്ധത്തിന് കോപ്പ് കൂട്ടും. ചിലപ്പോഴൊക്കെ വിജയിക്കും. അധിക സന്ദർഭങ്ങളിലും അള്ളാഹു അതിനെ കെടുത്തി കളയുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കെടുത്തി കളയുകയാണ്. അഥവാ അവരുടെ യുദ്ധത്തിനുള്ള ചുരമാന്തൽ എന്ന് പറയില്ല നമ്മൾ, യുദ്ധത്തിനുള്ള ചുരമാന്തലിനെ അള്ളാഹു തആല നിർവീര്യമാക്കുകയാണ് പലപ്പോഴും ചെയ്തിട്ടുള്ളത്. എന്നാൽ ചില സന്ദർഭത്തിലൊക്കെ യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട് യുദ്ധന്മാരുടെ ഫലമായി. അതാണ് കുല്ലമ ഔഖദു നാറൻ. ഔഖദൻ നാറാന തീ കത്തിക്കുന്ന, ഔഖദ നാറൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്, ഞാൻ തീ കത്തിക്കുന്നവനെ പോലെയാണ്. അതിലും പറഞ്ഞ പ്രയോഗം ഔഖദാണ്. കുലമ ഔഖദു നാറൻ ലിൽ ഹർബ് എന്ന യുദ്ധം. ഊതിക്കെടുത്തുക, അതാണ് അത്തുഫഅ. അള്ളാഹു അതിനെ ഊതിക്കെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. വയസ്അഉന ഫിൽ അർളി ഫസാദ. അവരുടെ ഒരു പൊതു സ്വഭാവമാണിത്.
എന്നും ഭൂമിയിൽ ഫസാദ് ഉണ്ടാകണമെന്ന ആഗ്രഹം. മനുഷ്യൻ സമാധാനപരമായി ജീവിക്കുന്നതിന് ഒരു നിലക്കും പൊരുത്തപ്പെടാത്തൊരു സംഘമാണ് ഈ ജൂതന്മാർ. എല്ലാ കാലത്തും ഈ അസ്വസ്ഥത. ഇന്നിപ്പോൾ ഫലസ്തീനിലാണ്. ഇനി ഫലസ്തീനിൽ യുദ്ധമില്ലാത്തൊരു സന്ദർഭത്തിൽ പോലും നിരന്തരമായി ഫലസ്തീനികളെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അവർ. ഓരോ രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ചാരന്മാരെ നിയോഗിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ കാലത്തൊരു പെൺ പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, ക്ലിൻ്റൻ്റെ കാലത്ത് കണ്ടില്ലേ? അതും ഒരു ജൂത വനിതയായിരുന്നു. അതിൻ്റെ പേരിൽ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിലെ വലിയ പ്രയാസങ്ങൾ അവരുണ്ടാക്കി. അതേമാതിരി നമ്മുടെ രാജ്യത്തും ആഭ്യന്തര സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി നിരന്തരം ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ചാര സംഘടനയാണ് അവർക്കുള്ളത്. ഇതാണ് അവർ വയസ്ഔന ഫിൽ അർദി ഫസാദ, ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുക. അതായത് സമാധാനമായിട്ട് ആരും ജീവിക്കാൻ പാടില്ല, സന്തോഷത്തിൽ ആരും ജീവിക്കാൻ പാടില്ല, സഹവർത്തിത്വം ഉണ്ടാകാൻ പാടില്ല. എന്നും എവിടെയെങ്കിലും രാജ്യത്ത് സംഘർഷങ്ങളും ആഭ്യന്തരമായ ഛിദ്രതകളും ഉണ്ടാക്കുന്നതിന് വേണ്ടി നിരന്തരം ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘം. അതവരുടെ ഒരു പൊതു സ്വഭാവമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് എന്ത് തന്ത്രവും അവർ നടത്തും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഈജിപ്തിലേക്ക് എയ്ഡ്സ് വാഹകരായ ജൂത പെണ്ണുങ്ങളൊക്കെ അയച്ചുവിട്ട ആൾക്കാരാണ് ഇവർ, ജൂതവേശ്യകളെ. എവിടേക്ക്? ഈജിപ്ത് എന്ന് പറയുന്ന മുസ്ലിം ഭൂരിപക്ഷ രാജ്യത്തേക്ക്. എന്തിനാ? ആ നാട് കുട്ടിച്ചോറാക്കാൻ. ചാര വനിതകൾ എന്ന് പറഞ്ഞാൽ എന്തിനും തയ്യാറാകുന്ന വനിതകളാണ്. അത് എയ്ഡ്സ് രോഗവാഹകരായ ഈജിപ്ത് എന്ന് പറയുന്ന മുസ്ലിം, കാരണം ഈജിപ്ത് ഇവർക്കെന്നും പേടിയുള്ള ഒരു രാജ്യമായിരുന്നു അന്ന്. കാരണം വലിയ സൈനിക ശക്തിയാണ്, ഇസ്രായേലിൻ്റെ അടുത്ത് കിടക്കുന്ന പ്രദേശമാണ്. അപ്പോൾ ഒരു രാജ്യത്തെ നശിപ്പിക്കാൻ ഏതറ്റം വരെയും പോകുന്ന നികൃഷ്ട നീച വിഭാഗമായിട്ടാണ്. അതാണ് വയസ്ഔന ഫിൽ അർദി ഫസാദ, ഫസാദ് ഉണ്ടാക്കുക. അതാണ് അവരുടെ നിലപാട്. അല്ലാഹു ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ. അള്ളാഹ്ക്കാകട്ടെ അവരെ ഇഷ്ടമല്ല, അള്ളാഹ്ക്ക് അവരെ ഇഷ്ടമല്ല. ഒരുപക്ഷെ ദുന്യാവിൽ അവർ ഭൗതികമായി ഒരുപാട് സൗകര്യങ്ങളൊക്കെ കിട്ടിയവരാണെങ്കിലും അള്ളാഹുവിൻ്റെ അതികഠിനമായ വെറുപ്പിന് വിധേയരാണ് അവർക്കും. ഇതാണ് അവരുടെ നിലപാട്. വല്ലാഹു ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ. മുഫ്സിദീങ്ങൾ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. അങ്ങനെ അവരുടെ കുറ്റം നമുക്ക് പറഞ്ഞു തരുന്നത് എന്തിന്? അവരുടെ പോരായ്മ, അവർക്കുള്ള കുറ്റപത്രം, ഇതൊക്കെയാണ് അവരുടെ തകരാറ് എന്ന് നമ്മളോട് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? മുസ്ലിമീങ്ങളെ, മുഅ്മിനീങ്ങളെ, നിങ്ങൾ അത്തരം നിലപാടുകളിലേക്ക് ചെന്നു ചാടിക്കൊണ്ട് അള്ളാഹുവിൻ്റെ കോപശാപങ്ങൾക്ക് വിധേയരാകരുത്. അത് മുസ്ലിങ്ങളോട് വ്യക്തിപരമായും സാമൂഹ്യമായും രാജ്യത്തിൻ്റെ നേതാക്കന്മാരോടും പണ്ഡിതന്മാരോടും ഒക്കെയുള്ളൊരു ഉത്ബോധനം കൂടിയായിട്ട് നമ്മൾ മനസ്സിലാക്കണം. വേഗത്തിലൊന്നുകൂടെ എന്ന് പറഞ്ഞത് മാത്രം വേഗത്തിലൊന്ന് അർത്ഥം പറഞ്ഞാണ് അവസാനിപ്പിക്കുക. വല യസീദന്ന കസീറ മിൻഹും, അവരിലെ ഒരുപാട് ആളുകൾക്ക് വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും. മാ ഉൻസില ഇലൈക മിർ റബ്ബിക, താങ്കളുടെ റബ്ബിൽ നിന്ന് താങ്കളിലേക്ക് അവതരിപ്പിക്കപ്പെട്ടത്, തുഗ്യാനൻ ധിക്കാരവും വ കുഫ്റൻ നിഷേധവും, വൽഖൈന ബൈനഹുമുൽ അദാവത വൽ ബഗ്ള, അവർക്കിടയിൽ ശത്രുതയും വിദ്വേഷവും നാം ഉണ്ടാക്കിയിരിക്കുന്നു. ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരേക്കും. കുല്ലമ ഔഖദു നാറ ലിൽ ഹർബി, അവർ യുദ്ധത്തിന് കോപ്പ് കൂട്ടുമ്പോഴൊക്കെയും അത്ഫ അഹല്ലാഹ്, അള്ളാഹു അതിനെ ഊതിക്കെടുത്തു. യുദ്ധത്തിന് അവർ തീ കത്തിക്കുമ്പോഴൊക്കെയും അള്ളാഹു അതിനെ ഊതിക്കെടുത്തു. വയസ്ഔന ഫിൽ അർദി ഫസാദ, അവർ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കാൻ വേണ്ടി, നാശം, കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. യസ്ഔന, അധ്വാനിക്കുക, പരിശ്രമിക്കുക, സഈ നടത്തുക. വല്ലാഹു ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ, അല്ലാഹു തആല നാശകാരികളെ ഇഷ്ടപ്പെടുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നും മുസ്ലിഹീങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്ന, മുഹ്സിനീങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെ രേഖപ്പെടുത്തട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.